നമസ്കാരം. മന്ത്ര ടിവിയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇലക്ഷനുമായി ബന്ധപ്പെട്ട് കണക്കുകൾ വിശദീകരിച്ചുകൊണ്ട് ധാരാളം ആൾക്കാർ പ്രവചനങ്ങൾ നടത്തുന്നുണ്ട്. മന്ത്ര ടിവിയുടെ സർവേ അനുസരിച്ച് ആലപ്പുഴ ലോകസഭാ മണ്ഡലത്തെക്കുറിച്ചാണ് ഇന്നത്തെ വിശദീകരണം. ആലപ്പുഴ ലോകസഭാ മണ്ഡലത്തിൽ പ്രധാനപ്പെട്ട 3 പേരാണ് മത്സര രംഗത്തുള്ളത്. ഒന്ന് KC വേണുഗോപാൽ, 2 ആരിഫ്, 3 ശോഭാ സുരേന്ദ്രൻ. അപ്പോൾ ഇപ്പോഴത്തെ പ്രചരണങ്ങളും 2024 ഇലക്ഷന്റെ പ്രചരണത്തിന്റെ ഒരു അടിസ്ഥാനത്തിൽ വളരെ തീപാറുന്ന പ്രചരണങ്ങളാണ് നടത്തിയതെങ്കിലും അവിടെ സർവേ നടത്തിയതിന്റെ അടിസ്ഥാനത്തിൽ കഴിഞ്ഞ കാലഘട്ടങ്ങളിലെ 2019 ആരിഫ് നേടിയ വോട്ടിന്റെ ശതമാനം എന്ന് പറയുന്നത് 41%. ഷാനിമാൾ ഉസ്മാൻ 40%, 1% വ്യത്യാസത്തിലാണ് ആരിഫ് അവിടെ വിജയം കൈവരിച്ചത്. അന്ന് കൃഷ്ണകുമാർ ഒരു നിസാര വോട്ടുകൾ മാത്രമാണ് അന്ന് കളക്ട് ചെയ്യാൻ കഴിഞ്ഞത്. 1,87,000 ചില്ലുവാനും ആണ്. അങ്ങനെ കണക്ക് കൂട്ടുമ്പോൾ 3 പ്രബല ശക്തികളാണ് എന്ന് നമ്മൾ 2019 കണക്കനുസരിച്ച് നോക്കുമ്പോൾ ഉണ്ടാകാൻ സാധ്യത കുറവാണ്. എങ്കിൽ ഈ പ്രാവശ്യത്തെ സ്ഥാനാർത്ഥികളുടെ ലിസ്റ്റിന്റെ അടിസ്ഥാനത്തിൽ വേണുഗോപാൽ വളരെ പ്രബലമായ ശക്തിയുള്ള ജനസമ്മതനായ ഒരു നേതാവാണ്. 2014 KC വേണുഗോപാൽ ആലപ്പുഴയിൽ നിന്ന് വിജയിച്ചത് 46.5% വോട്ടോടുകൂടിയാണ്. ആ 46% വോട്ട് കളക്ട് ചെയ്യാനായിട്ട് ആരിഫിന് കഴിഞ്ഞില്ല, ഷാനിമോൾക്കും കഴിഞ്ഞില്ല. ഏതാണ്ട് 6%-6.5% വോട്ടുകൾ സ്പ്ലിറ്റായി പോയിരിക്കുന്നു. അപ്പൊ 6% വോട്ടുകൾ സ്പ്ലിറ്റായി പോയിട്ടുള്ളതിനെ തിരിച്ചു പിടിക്കണമെന്നുള്ള ഒരു കണക്കൂട്ടലിലാണ് വേണുഗോപാൽ അവിടെ നിൽക്കുന്നത്. ആ വേണുഗോപാലിന്റെ പ്രവർത്തനങ്ങൾ വളരെ ഊർജിതമായിട്ട് മുന്നോട്ട് പോയി. ആരിഫ് LDFന് 2019 ഏക സീറ്റായിരുന്ന ആരിഫിന്റെ ആ സീറ്റ് പിടിച്ചു നിർത്തുന്നതിന് വേണ്ടിയിട്ട് പരിപൂർണമായിട്ട് അവിടെ വർക്കുകൾ ചെയ്യുന്നു. അതോടൊപ്പം തന്നെ ശോഭാ സുരേന്ദ്രൻ ആ മണ്ഡലം പിടിക്കും എന്നുള്ള ഒരു വാശിയോടുകൂടി വീറോടുകൂടി അവിടെ പ്രവർത്തനം നടത്തുന്നു. ഏതാണ്ട് 40% അടുത്ത് വോട്ട് കരസ്ഥമാക്കിയെങ്കിൽ മാത്രമേ അവിടെ വിജയിക്കാൻ കഴിയുകയുള്ളൂ. അപ്പൊ അങ്ങനെ ഒരു സാഹചര്യം ഇരിക്കുന്ന നിലയ്ക്ക് മന്ത്ര ടിവിയുടെ സർവേ പ്രകാരം KC വേണുഗോപാലിന് അല്പം മുൻതൂക്കമാണ് അവിടെ കാണുന്നത്. ആരിഫിന് ഈ ഭരണവിരുദ്ധ നിലപാട് ജനങ്ങളിലുള്ളത് കൊണ്ട് ആരിഫ് അല്പം പിന്നോട്ട് വരുന്നു. ശോഭാ സുരേന്ദ്രന്റെ കണക്കൂട്ടൽ വരുമ്പോൾ ശോഭാ സുരേന്ദ്രനെ ജയിക്കാൻ സാധ്യതയുള്ള സ്ഥാനാർത്ഥിയാണ്, ജയിക്കാൻ സാധ്യതയുള്ള ഒരു മണ്ഡലമാണ് എന്ന് പറയുന്നുണ്ടെങ്കിലും 2019 BJP അവിടെ നേടിയത് 1,87,000 ചില്ലുവാനോ വോട്ടുകളാണ്. ആ 1,87,000 ചില്ലുവാനോ വോട്ടിനെ 4 ലക്ഷം വോട്ടിലേക്ക് ഉയർത്തുക എന്ന് പറയുന്നത് വളരെ കാഠിന്യമുള്ള ഒരു കാര്യമാണ്. അത് മോദി തരംഗം കൊണ്ട് 2 മുതൽ 3% വരെ വോട്ടുകൾ കൂടുതൽ ഉണ്ടാകാൻ സാധ്യതയുള്ളത് ഒരു സ്വാഭാവികമാണ്. ശോഭാ സുരേന്ദ്രന്റെ പ്രവർത്തനം കൊണ്ട് സ്ത്രീകളുടെ മനസ്സിലേക്ക് കയറിപ്പറ്റിയിട്ടുള്ളത് കൊണ്ടൊരു 3-4% വോട്ടുകൾ വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇത്രയും വലിയ ഒരു ശതമാനത്തിലേക്ക് ഉയർന്ന് വരാനുള്ള ഒരു സാധ്യത പറയുന്നത് ലോകസഭാ
മണ്ഡലത്തില്, ആലപ്പുഴ ലോകസഭാ മണ്ഡലത്തിലെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് 10-10.5% മുസ്ലിങ്ങളും 21% ക്രൈസ്തവ വോട്ടുകളുമുള്ള ഒരു സ്ഥലമാണ് ആലപ്പുഴ. അപ്പൊ ഹിന്ദു വോട്ടുകളെ ഏകീകരിക്കാൻ കഴിയും. അതിനു വേണ്ടിയിട്ടുള്ള പൊടിക്കൈകളും ഒക്കെ ആയിട്ടാണ് ശോഭാ സുരേന്ദ്രൻ അവിടെ ഇലക്ഷനെ നേരിടുന്നത്. അപ്പൊ അതുകൊണ്ട് ശോഭാ സുരേന്ദ്രൻ വളരെയധികം വോട്ടുകൾ പിടിക്കാൻ സാധ്യതയുണ്ട്. അങ്ങനെ ഹൈന്ദവ വോട്ടുകളെ ഏകീകരിച്ചു കൊണ്ടുവരുവാൻ ശോഭാ സുരേന്ദ്രന് കഴിഞ്ഞാൽ ഒരു 2ാം സ്ഥാനത്തെത്താൻ സാധ്യതയുണ്ട്. പൊതുവെ അവിടെയുള്ള ജനങ്ങളുടെ അഭിപ്രായം അനുസരിച്ച് KC വേണുഗോപാൽ ഏതാണ്ട് ഒരു 43.5% വോട്ട് കരസ്ഥമാക്കുന്നതാണ്. KC വേണുഗോപാൽ ജയിച്ച സമയത്ത് 46% കൂടിയാണ് ജയിച്ചത്. ആരിഫ് ജയിച്ചത് 41%. ഷാനിമോള് അന്ന് പിടിച്ച വോട്ടെന്ന് പറയുന്നത് 40%. അപ്പോൾ കോൺഗ്രസിന്റെ ഒരു താഴ്ച ആലപ്പുഴ ജില്ലയിൽ അധികം വന്നിട്ടില്ല. അഭ്യുതകാംക്ഷികളായിട്ടുള്ള അങ്ങോട്ടും ഇങ്ങോട്ടും ചലിക്കത്തക്ക രീതിയിലുള്ള ഒരു വോട്ടിന്റെ ശതമാനം എന്ന് പറയുന്നത് 6%. ആ 6% വോട്ടിനെ പിടിച്ചു നിർത്താനായിട്ട് ഒരുപക്ഷെ വേണുഗോപാലിന് കഴിഞ്ഞായിരിക്കും. അങ്ങനെ കഴിഞ്ഞാൽ വേണുഗോപാൽ തന്നെ ആയിരിക്കും ആലപ്പുഴയിലെ ജയിക്കാൻ സാധ്യതയുള്ളത് എന്നുള്ളതാണ് മന്ത്ര ടിവിയുടെ പഠനത്തിലൂടെ അറിയുവാൻ കഴിഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് പ്രത്യേകിച്ച് പറയാൻ ആലപ്പുഴ UDF-നൊപ്പം നിൽക്കുന്നു എന്ന് തന്നെയാണ് ഈ പഠനത്തിലൂടെ മന്ത്ര ടിവിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്, അത് ജനങ്ങളിലേക്ക് എത്തിക്കുന്നത്. അടുത്ത ഒരു എപ്പിസോഡ് കോട്ടയം ലോകസഭാ മണ്ഡലത്തെക്കുറിച്ച് വിശകലനം ചെയ്തുകൊണ്ട് വരുന്നതായിരിക്കും. നന്ദി, നമസ്കാരം.